നമ്മൾ ഈ 10-ാം അധ്യായത്തിൻ്റെ കാര്യമാണ് ഈ ആത്മാവിൻ്റെ ലക്ഷണങ്ങളെ പറഞ്ഞു തുടങ്ങിയത് 10-ാം അധ്യായം കൊണ്ടാണ്. അതിൽ ശരീരത്രയ വിലക്ഷണൻ, അവസ്ഥാത്രയ സാക്ഷി, പഞ്ചകോശ വ്യതിരിക്തൻ, സച്ചിദാനന്ദ ലക്ഷണം. ഇതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ വായിച്ച് സച്ചിദാനന്ദ ലക്ഷണത്തോട് വായിച്ചത്. ഈ ആത്മാവ് ആരാണ്? ഞാനാണ്. ഓരോരുത്തരും അന്തര്യാമിയായിട്ടാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഇരുന്ന് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവാണ്. ഇതിന് ബോധമുണ്ടായ ഒരു ജ്ഞാനികളും ഇതിൽ ബോധമില്ലാതെ മൂഢന്മാരായിരിക്കുന്നത് അജ്ഞാനികളുമാണ്. അത്ര വ്യത്യാസമില്ല. ഇതിനെ അറിയാൻ വേണ്ടി ഒരു ഉള്ള ഉപായമാണ് വേദം നമുക്ക് നിർദ്ദേശിക്കുന്നത്. ഇതിന് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനറിഞ്ഞാൽ ഈ സർവ്വവും അത് തന്നെയാണെന്നുള്ള വിശ്വദർശനവും ഉണ്ടാവും. യഥാർത്ഥത്തിൽ എല്ലാമായിരിക്കുന്നതും ഈ ഞാൻ തന്നെ, ഈ ആത്മാ തന്നെ എന്നുള്ള ആ ബോധം, ആ ഒരു കാഴ്ച ഉണ്ടാകും. അതോടുകൂടിയാണ് എല്ലാം വിട്ട് ഏകമായിട്ട് താൻ മാത്രമായിട്ട് അങ്ങനെ ഇരുന്ന് ഇതിൽ വരുന്ന ജനന മരണ സംസാര ദുഃഖം തീർക്കണം. അങ്ങനെ പറഞ്ഞ് മനസ്സിലായില്ലേ? അതായത് എങ്ങനെയാണ് ഈ പഞ്ചകോശ വ്യതിരിക്തൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് കോശങ്ങളെ അല്ല പറഞ്ഞു, കോശങ്ങളെ അല്ല നമ്മൾ പറഞ്ഞത്. പിന്നെ ഏതിനെയാണ് പറഞ്ഞത്? വികാരങ്ങളാണ്, മനസ്സിൻ്റെ വികാരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കോശങ്ങൾ നമുക്ക് നിരുപദ്രവകാരികളാണ്. പക്ഷെ അത് സംബന്ധിച്ച് വരുന്ന വികാരങ്ങൾ മനസ്സിനെ ക്ഷോഭിപ്പിച്ച് എന്ത് ചെയ്യും? മനസ്സിൻ്റെ ആ സാത്വികത്വം നഷ്ടപ്പെടുത്തി ജ്ഞാനത്തിലേക്ക് പോകാൻ തടസ്സമായിട്ട് നിൽക്കും, പ്രതിബന്ധം സൃഷ്ടിച്ച് നിൽക്കും. ഇതിനെയാണ് എടുത്തു പറഞ്ഞത്. അതിന് നമ്മൾ പറഞ്ഞു ഈ വ്യവഹാരങ്ങളെല്ലാം, ഈ രാഗദ്വേഷ മതമത്സരങ്ങളിൽ വ്യവഹാരങ്ങളെന്ന് പറയണം. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? സമാധി വിഘ്നത്തെ ഉണ്ടാക്കും. അത് കൂടിയ വാക്കാണ്, സമാധി വിഘ്നത്തെ ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ പറയാം മനസ്സിൻ്റെ ശുദ്ധിയെ കെടുത്തിക്കളയും. മനസ്സ് ശുദ്ധമായിരിക്കേണ്ടതാണ്. ഒരു മുമുക്ഷു എപ്പോഴും അവരുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കാൻ ശ്രമിക്കണം. ഒരു ഗുരുദേവനെ കാണാൻ പോകുമ്പോഴേ ചിന്മയാനസ്വാമി പറഞ്ഞറിയാവുന്നൊരു കാര്യമാണ്. സ്വാമി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നുമില്ലെങ്കിൽ കണ്ണ് കണ്ടുകൂടാത്ത ആളല്ലേ സ്വാമി. ഒരു അമരി പേപ്പറെ കയ്യിൽ വെച്ചിരിക്കും. എന്നിട്ട് അത് ഈ ചുമരില്ലേ ഇങ്ങനെ തേച്ച് നിൽക്കും. തേക്കുന്ന മാത്രമല്ല, തേച്ചിട്ട് മറ്റേ കൈ വെച്ച് തടവി നോക്കും. എന്തിനാണെന്നറിയാം? ആ പരുവരുപ്പ് പോയി നല്ല സ്മൂത്തായി വന്നു. ഇതിൻ്റെയൊക്കെ കാര്യം നമ്മുടെ ഗുരുദേവൻ എന്തിനാണ് കാണിച്ചു കൊടുക്കുകയാണ്? എപ്പോഴും ഈ മനസ്സിനെ ശുദ്ധമാക്കി വെക്കണം. മനസ്സ് അശുദ്ധമാവുന്ന വിധത്തിലാണ് ഈ പ്രപഞ്ച രചന ഇരിക്കണം. ഇതിലോട്ടൊരു ഇഷ്ടത്തോടു കൂടി ഒരു വീക്ഷണം പോലും മനസ്സിനെ അശുദ്ധമാക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും കെയർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാഗ്രത അവസ്ഥയെന്ന് നമുക്ക് പറഞ്ഞതാണ്. ജാഗ്രതയോടുകൂടി വർത്തിക്കേണ്ട ഒരവസ്ഥയാണ്. ഇവിടെയാണ് ഈ പറ്റണത്. ഇവിടെയാണ് സ്വപ്നത്തിൽ വരുന്നത് നമുക്ക് അത്ര വലിയ ദോഷമായിട്ടില്ല. ഇപ്പം ജാഗ്രത നമുക്ക് തന്നിരിക്കുന്നത് തന്നെ ഇതിനെ മനസ്സിലാക്കി വേദോക്തമായിട്ട് പ്രവർത്തിച്ച് തേറാണ്. ഇതിനാണ് ഇതുപോലും തന്നിരിക്കുന്നതെന്ന് സ്വാമികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ എപ്പോഴും മനസ്സിനെ സത്വഗുണം പ്രധാനമാക്കി നിർത്തുക. മനസ്സിൻ്റെ സത്വഗുണമാണ് നമ്മൾ വേറെ വിധത്തിൽ പറഞ്ഞാൽ മനസ്സെപ്പോഴും ശുദ്ധമാക്കി വയ്ക്കുക. ഒരു മാലിന്യങ്ങളും ഇതിൽ അത് കയറാൻ സമ്മതിക്കുന്നത്. നമുക്ക് വേദവും നമ്മുടെ വിവേകവും എന്താണ് ചെയ്യേണ്ടത്? ഇതിലൊരു അശുദ്ധി വരാതെ എപ്പോഴും സംരക്ഷിക്കുക എന്നുള്ള നിലയിൽ എപ്പോഴും നിൽക്കണം. ഇതിനാണ് നമ്മൾ പറയുന്നത് എന്തോന്ന് ആത്മവിദ്യയ്ക്ക് അധികാരികളായി നിലകൊണ്ടു എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പറഞ്ഞു വന്നത് ഈ വികാരങ്ങളാണ് പോലും വാസ്തവത്തിൽ ഉറകളെന്ന് വെച്ചാൽ ആത്മാവിനെ മറയ്ക്കുന്ന ഒരു സംഭവം. ഉറകൾ അല്ലെങ്കിൽ തിരശ്ശീല, ഇതിനെ മറയ്ക്കുന്ന രൂപത്തിലാണ് ഈ വികാരങ്ങൾ ഇതിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആ വൈകാരികതയാണ് ഇവിടെ പറഞ്ഞത് കോശങ്ങൾ. 5 ഉറകൾ
അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിചാരമയ കോശം, ആനന്ദമയ കോശം. ഈ 5 ഉറകൾ ആത്മാവിനെ മറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ആത്മസ്വരൂപമായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ അത് മറന്നിരിക്കുകയാണ്. അതെങ്ങനെ എനിക്കറിയാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അനുഭവം ഉള്ളതുപോലെ കിട്ടുന്ന വിധത്തിലല്ല ഇരിക്കുന്നത്. നമ്മളൊരു വലിച്ചു കയറ്റി വെച്ച് ഇരിക്കുമ്പോൾ ഇരിക്കുകയാണ്. വിട്ടു കഴിഞ്ഞാൽ അത് അതിൻ്റെ ശരിയായ രൂപത്തിലേക്ക് അത് വരും. ഇപ്പം നമ്മളെന്തോ നമ്മൾ റബ്ബർ വലിച്ചിങ്ങനെ നിർത്തിക്കും പോലെയാണ്. അതിനെ വിട്ടു കഴിഞ്ഞാൽ ആ പൂർവ്വസ്ഥിതി ഇല്ലാതെ പോകും, ഇല്ലേ? ആ പൂർവ്വസ്ഥിതി വരുന്നില്ലേ? ഇനി പൂർവ്വസ്ഥിതി വരുന്നുണ്ട്. എപ്പോഴും സുഷുപ്തി വരുന്നുണ്ട്. അവിടെ ആർക്കും ഞാനെന്നോ എൻ്റെ വീടെന്നോ എൻ്റെ ബന്ധുക്കളെന്നോ ഒന്നും ഒരു വിചാരവും ഇല്ല. അത് അവിടെ പൂർവ്വസ്ഥിതി വരുന്നുണ്ട്, പക്ഷെ അവിടെ ഗ്രഹിക്കാനായിട്ട് ആരുമില്ല. അന്ധകരണം ലയാവസ്ഥയെ പ്രാപിച്ചു. അന്ധകരണം ലയിച്ചപ്പോൾ എന്തു പറ്റി? അവിടെ നടന്ന സംഭവത്തിനെ അറിയാൻ പറ്റിയില്ല. നടന്നത് എന്താണ്? തൻ്റെ യഥാർത്ഥ രൂപത്തിൽ താൻ കുറച്ച് ഇരുന്നതാണ്. അതിനാണ് അവർ പറഞ്ഞത്, ആ സുഷുപ്തിയെ ഈ ജാഗ്രതയിൽ സൃഷ്ടിച്ച് അറിയണം. ഇതിൽ ജാഗ്രത സുഷുപ്തി ഇതാണ് ഇതിൻ്റെ പേര്. ജാഗ്രതത്തിലുണ്ടാവുന്ന സുഷുപ്തി, ഇതാണ് സമാധി. ഇങ്ങനെ സമാധി. സുഷുപ്തിയിൽ എന്താണ് പക്ഷേ ഇല്ലാത്തത്? നമുക്ക് നമ്മളെ പറ്റി തന്നെ ആ വ്യക്തിപരമായിട്ട് വ്യക്തിബോധം തന്നെ ഇല്ല. ഞാനെന്നൊരു ഭാവമില്ല. സ്വാമി പറയും ആണെന്നും പെണ്ണൊന്നും ഇല്ല, ഒന്നുമില്ല. നമ്മളീ ഈ പൊഴുതെ പോലെ ഒരു പദ്യമുണ്ട്, കൈവല്ലിച്ച മറന്നു. അതായത് ഒന്നും അറിയില്ല. അവിടെ ഈ ശൈവനൊന്നും വൈഷ്ണവനൊന്നും പറഞ്ഞ് ചണ്ട കൂടിക്കൊണ്ടിരുന്ന 2 പേര്. സ്വാമി പറഞ്ഞൊരു ഉദാഹരണമാണ്. ഇവരൊരിക്കൽ ഒരു സത്രത്തിൽ വന്നിട്ട് വഴക്ക് കണ്ടിന്യൂ ചെയ്യാണ്. എൻ്റെ ദൈവമാണ് വലുത്, ശിവനാണ് വലുത് ശൈവന്മാർ. മറ്റേ വൈഷ്ണവന്മാർ പറയും എൻ്റെ ദൈവമാണ് വലുത്, അത് വിഷ്ണു. രണ്ടുപേരും കൂടെ തമ്മിലടിയൊക്കെ ആയിട്ട് ഇരുന്ന് ഉറങ്ങിപ്പോയി. സ്വാമി പറയുന്നത് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉറങ്ങിപ്പോയപ്പോൾ എന്തു പറ്റി? ശൈവൻ വൈഷ്ണവൻ്റെ പുറത്ത് കാലും കയറ്റി വെച്ചിരുന്ന് ഉറങ്ങുന്നതാണ് എന്ന് വെച്ചാൽ അർത്ഥം, ഈ ഉറക്കത്തിൽ അവർക്ക് താൻ ശൈവനൊന്നോ വൈഷ്ണവനൊന്നോ ഒന്നും ഒരു ബോധവും ഇല്ലാതെ കിടന്ന് അമളിച്ച ഈ പൊഴുതെ പോലെ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യവും ഇല്ല. ഇത് നമുക്ക് നിത്യവും ഈശ്വരൻ കാണിച്ചു തരാണ്. ഇതാണ് യഥാർത്ഥം. കാരണം മറ്റതെല്ലാം നമ്മൾ വച്ചുണ്ടാക്കിയതാണ്, നമ്മൾ വലിച്ചു കയറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിനെ വിടൂ എന്ന് പറഞ്ഞപ്പോൾ ഇതിനെയല്ല വിടാൻ പറഞ്ഞത്. തൻ്റെ ഉള്ളിൽ അത് സംബന്ധിച്ചുള്ള കെട്ടിനെയാണ് വിടാൻ പറഞ്ഞത്. വിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പൂർവ്വസ്ഥിതി പ്രാപിക്കുക. ആ പൂർവ്വസ്ഥിതി എന്താണ്? തൻ്റെ ആത്മസ്വരൂപങ്ങളാണ്, എല്ലാം ആത്മസ്വരൂപമാണ്. അത് ബോധിക്കാനായിട്ട് തടസ്സം എന്താണ്? നമ്മൾ വലിച്ചു കയറ്റി വെച്ചിരിക്കുന്നത് തന്നെ. അതിനെ വിടാൻ പറഞ്ഞു. ആ വലിച്ചു കയറ്റിയിരിക്കുന്ന ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ചന്ദ്രനാണ്, ഞാൻ ഈ വേദങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കിയ ആളാണ്, ഞാനാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ കുറേ ഭാവങ്ങളാണ്. ഈ ഭാവങ്ങൾ ഇതിൻ്റെ പുറത്ത് എത്രയോ ബിൽഡിങ് വേറെയുണ്ട്. ഓരോന്നിൻ്റെ അടിത്തറകളാണിത്. ഈ അടിത്തറയുടെ പുറത്തുള്ള ബിൽഡിങ്സ് എത്ര ഉണ്ടെന്നറിയാം. എന്തെല്ലാം ചിത്രങ്ങളും കാര്യങ്ങളും ഇതിലിരിക്കണമെന്നറിയാം. ഇതാണ് നമ്മൾ വരുത്തി വെച്ചിരിക്കുന്നത്. ഇതിനാണ് വിടാൻ പറഞ്ഞത്. വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ആരാകും? ആത്മസ്വരൂപികളായിരിക്കും, നിലകൊള്ളും. ഇതാണ് അതിൻ്റെ രഹസ്യം. ഇതിനെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ വലിച്ചു കയറ്റി. എന്തുകൊണ്ട്? തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉണരാൻ സാധിക്കാത്തത് കൊണ്ട്. ഇതാണ് അജ്ഞാനം. ഈ അജ്ഞാനത്തിനാൽ നമ്മളെല്ലാം ഇങ്ങനെ മയങ്ങിയിരിക്കുക. അതിൻ്റെ യഥാർത്ഥം ഗ്രഹിക്കാനുള്ള ശേഷി ആർക്കുമില്ല. അങ്ങനെ ആക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക്? തനിക്ക് തന്നെ. കാരണം ആ വേദത്തെ ആശ്രയിച്ച്, ഗുരുക്കന്മാരെ ആശ്രയിച്ച് ഇതിൻ്റെ രഹസ്യത്തെ മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ ഉദാഹരിച്ചില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഉദാഹരിക്കേണ്ട കാര്യങ്ങളെയാണ് അവർ പറഞ്ഞു തരണം. പറയുക, കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് തന്നിൽ എത്രത്തോളം ഉദാഹരിക്കാൻ പറ്റുമോ അതനുസരിച്ച് അതിലൂടെ എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റുമോ അതനുസരിച്ച് ഇയാൾക്ക് ഈ മനസ്സ് തെളിഞ്ഞാൽ സംഭവിക്കുന്നത് വേറെയാണ്. മനസ്സൊന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമേ വേദം ശ്രമിച്ചിട്ടുള്ളൂ.
വേറൊന്നും വേദത്തിന് കർത്തവ്യമല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ രഹസ്യം പറഞ്ഞു തന്നത്. ഇതെല്ലാം ഈ അറിവിൽ തോന്നിയും മറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് പരമാർത്ഥമല്ല. ഈ പരമാർത്ഥമല്ലാത്തതിൽ ഇത്രയും സത്യബുദ്ധിയോടുകൂടി നിന്ന് നീ ഈ മനസ്സിനെ ശോഭിപ്പിക്കുന്നത് എന്തിന്? ചോദ്യം, ഇത്രയുള്ള ചോദ്യം. ഇപ്പൊ തന്നെ ഇസ്രായേൽ യുദ്ധം നടക്കുന്നത് എന്തിനാണ്? എല്ലാം ഉണ്ട്. ഇസ്രായേൽ ഇഷ്ടം പോലെ എല്ലാം കൊടുത്തിട്ടുണ്ട്, തിന്നാനും അഹങ്കരിക്കാനും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ മുകളിൽ കയറി ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് അറിവില്ലായ്മ. അറിവില്ലായ്മ കൊണ്ട് എന്തിനാണ് തോന്നുന്നത്? സ്വയം നശിക്കാനേ കൊള്ളാവൂ. നമുക്ക് അവരെ വെച്ചുകൊണ്ട് നമുക്ക് പറയാം, ഓക്കെ, എന്തിൻ്റെ കുറവ്? ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാം ഭയങ്കര പെട്രോളൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ അർത്ഥം ഭഗവാൻ ഇവരെല്ലാം ആളിലെ കേമന്മാരാക്കി നിർത്തിയിരിക്കുകയാണ് അല്ലേ? ഒരു പ്രയത്നമില്ലാതെ ധനം വന്ന് ചേരുകയാണ് അവർക്ക്. അത്രയ്ക്കും പുണ്യവാന്മാരെയൊക്കെ നിർത്തിയിരിക്കണം. പക്ഷേ അത് മനസ്സിലാക്കാതെ ഈ ജീവിതം എന്തിനു വേണ്ടിയെന്ന് അറിയാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയും മത്സരങ്ങളും പിന്നെ ഇങ്ങനെ നശിക്കലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഇതാണ് ഇത് ഒരു രാജ്യങ്ങൾ തങ്ങളിൽ നമുക്കറിയാം. നമ്മുടെ ഉള്ളിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ഇത് ഒട്ടാകെയുള്ള പ്രശ്നമാണ്. ഇതാണ് വേദത്തിനെ ആശ്രയിച്ചുകൊണ്ട് മനസ്സിനെ സംസ്കരിക്കാൻ പറഞ്ഞ് വേദം നിൽക്കുക. ഇതിൻ്റെ മനസ്സിനെ സംസ്കരിക്കണം. സനാതന സംസ്കാരം പഴകേണ്ടത് സനാതന സംസ്കാരമാണ്. സനാതന സംസ്കാരം എന്താണ്? ഒരു കാലത്തും നാശമില്ലാത്തൊരു സംസ്കാരം. ഇത് ഏത് സംസ്കാരമാണ്? തൻ്റെ ആത്മാവാണെന്ന് തെളിയുന്നതിലേക്കുള്ള സംസ്കാരം. ഇതിനെ പഴകാൻ വേണ്ടിയിട്ടാണ് വേദം ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തുച്ഛമായിരിക്കുന്ന ഈ വിഷയങ്ങളെ വിടുക പറഞ്ഞ അർത്ഥം അത് സംബന്ധിച്ച് മനസ്സിനെ ക്ലേശിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയൊന്നും ചെയ്യേണ്ട. അത് നടക്കേണ്ട രൂപത്തിൽ അത് നടന്നു പോട്ടെ. അതിൽ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ? അല്ല, ഒരു യുക്തിയാണ്. അത് നടക്കേണ്ട രൂപത്തിൽ നടക്കട്ടെ. എല്ലാം നല്ലതിന്. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നല്ലതിന് അർജുന. ഒന്നും മോശത്തിനല്ല, എല്ലാം നല്ലതിനാണ് എന്നുള്ള ആ ഭാവന വളർത്തി ഇതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ നിലകൊണ്ടാൽ പോലും ഇവർ പറയുന്നു മനസ്സ് തെളിയുന്നത് തന്നെയാണ് ഇവിടെ ആവശ്യം. മനസ്സ് തെളിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണ്? വേദം പറഞ്ഞിരിക്കുന്നത് ഞാൻ അവിടെ ഇപ്പോൾ പറഞ്ഞു. അതായത് അനന്ത ജന്മങ്ങളിൽ ചെയ്ത നിഷ്കാമ കർമ്മം മനസ്സിനെ ശുദ്ധമാക്കും, തെളിയിക്കും. ചിത്തം തെളിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സാധന ചതുഷ്ടയ സമ്പത്തി വന്ന് നിറയും. സാധന ചതുഷ്ടയം വന്നു കഴിഞ്ഞാൽ സദ്ഗുരുവിനെ കിട്ടും. സദ്ഗുരു എന്ന് വെച്ചാൽ ഗുരുക്കന്മാർ ഒരുപാടുണ്ട്, പക്ഷേ സദ്ഗുരുക്കന്മാരില്ല. സദ്ഗുരുക്കന്മാരെന്താണ് ചെയ്യുന്നത്? ആത്മവിദ്യയിലേക്ക് കൊണ്ടുപോകും. തൻ്റെ ജനനമരണ സംസാര ദുഃഖത്തിൻ്റെ അറുതി ഉണ്ടാക്കി തരാനുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോകും. മറ്റവരെല്ലാം വീണ്ടും ഈ ലോകത്തിൽ അവിടെ വെട്ടിപ്പിടിക്കാം, ഇവിടെ കുറച്ചുകൂടെ ധനമുണ്ടാക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയുള്ളൂ. അവർക്കിതിൻ്റെ രഹസ്യം മനസ്സിലായിട്ടില്ല ഗുരുക്കന്മാർക്ക്. സദ്ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഈ ജനനമരണ സംസാര ദുഃഖത്തിൻ്റെ മറുകര കയറ്റിത്തരുന്ന ആളുകളാണ്. നമ്മൾ ഓർമ്മിച്ചാലും ഇല്ലെങ്കിലും വേദം പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാം വലിയ ഒരു കുടുക്കിലകപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു വൈതരണ്യമാണിത്. നമുക്കിതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ പറ്റുമോ? രക്ഷപ്പെടാൻ പറ്റില്ല. ചിലർ ഇതൊക്കെ കണ്ടിട്ടാണ് ചിലപ്പോൾ പോയിസണൊക്കെ അടിച്ച് ചത്തുകളാണ്, എന്നാലും ചാവുന്നില്ല. ചത്തു കഴിഞ്ഞാൽ തീരുമോ? ഈ ഒരു അവസ്ഥ തീരുമോ? അത്ര വലിയ കുടുക്കിലാണ് പക്ഷേ നമ്മളെല്ലാം അകപ്പെട്ടിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഈ പ്രതിബന്ധം സൃഷ്ടിക്കാൻ പറ്റൂ? ഇതിനെങ്ങനെ തടയാൻ പറ്റുമോ? പക്ഷേ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ തന്നെ നമ്മളെ വഴക്ക് പറയുകയും നിന്ദിക്കുകയും അല്ലെങ്കിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മളോട് കയർക്കുകയൊക്കെ ചെയ്യുന്ന ഇവർ എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിനല്ലാതെ ആർക്കെങ്കിലും എന്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ദൈവം എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തെയാണ്. ആ ദൈവം എന്ന് പറയുന്നത് ഏതോ ഒരു സ്റ്റാച്യു പോലത്തെ ഒന്നല്ല. ഈ ജ്ഞാനം ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അല്ലാതെ രാജാവായിട്ട് ജനിച്ചാലും പിച്ചക്കാരനായിട്ട് ജനിച്ചാലും ഈ ലോകത്തിൽ ദുഃഖമേ അനുഭവിക്കാനുള്ളൂ. സുഖം ആർക്കും ലവലേശമില്ല. തിരുമേനി സ്വാമി പറയും, ഉണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം.
ചെയ്താൽ ദുഃഖം, ചെയ്തില്ലെങ്കിൽ ദുഃഖം. എങ്ങനെ പോയാലും ദുഃഖം തന്നെ ഇതിൽ മുന്തി നിൽക്കും. ഇതാണ് വൈതരണി. ഈ വൈതരണിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരേ ഒരു കാര്യത്തിന് സാധിക്കും. അതാ സദ്ഗുരുക്കന്മാർ ഉപദേശിക്കുന്ന ജ്ഞാനം. ആ ജ്ഞാനത്തിലൂടെ ആ ബോധമുണ്ടായി തൻ്റെ ആത്മസ്വരൂപത്തെ കാണാൻ സാധിച്ചാൽ അവൻ ഇതോടുകൂടി സകല ദുരിതങ്ങളിൽ നിന്ന്, അതാണ് പറഞ്ഞത്, സർവ്വദുഃഖ നിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയുമായ മുക്തി ഇതിൽ വന്നു ചേരും. ഇതാണ് അവരുടെ വാക്ക്. ഇതിനെ മനസ്സിലാക്കിയിട്ടാണ് വിവേകികൾ ഇതിന് ശ്രമിക്കുന്നത്. മനസ്സിലാക്കിക്കൊള്ളുക. മറ്റ് പ്രലോഭനങ്ങൾ നമുക്കുണ്ട്. ലോകം എപ്പോഴും മായ എന്താണ്? പ്രലോഭിപ്പിക്കും. പ്രലോഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ വികാരപ്പെടുത്തുമെന്നർത്ഥം. മനസ്സിനെ വികാരപ്പെടുത്തുമ്പോൾ എന്താ പറയുക? മനസ്സിൻ്റെ ശുദ്ധി നശിച്ചു പോകും. ഏതിലേക്കുള്ള? തൻ്റെ ആത്മാവായി തന്നെ ഉണരാനുള്ള സാമർഥ്യത്തെ ഇത് ഇല്ലാതാക്കിയിട്ട് ഇത് സംഭവം. ഇതിനെയാണ് അവർ അത്രേ പറയുന്നുള്ളൂ. പല രൂപത്തിൽ പറഞ്ഞതിനെ ക്രോഡീകരിച്ച് ഒരാശയമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ കൈവല്യത്തിൽ പറയുന്നത്, മനസ്സ് സത്വസ്വരൂപം, മറ്റു രണ്ടും വന്ധകലണ്ടൻ അവറ്റ മാറ്റിനാൽ പോ. തനത് സന്മാർഗത്തെ വിടാമൽ ഇരുന്ന പോത് രജോ ഗുണവും തമോ ഗുണവും ശമിക്കും. ഇതിനൊക്കെ പറയുന്നതിൻ്റെ ആശയങ്ങളാണ് ഞാനീ പറയുന്നത്. ശ്രുതി വിട്ടൊന്നും പറയാൻ ഇതിലില്ല. ശ്രുതി ഏത് പറയണമെങ്കിലും അടിസ്ഥാനമായി ശ്രുതി വേണം. അല്ലാതെ വേഗമായിട്ടൊരു കാര്യം പറയരുത്. നമ്മുടെ വിധിയാണ്. ഗുരുക്കന്മാർ ആചാര്യന്മാർ എന്താണ് പറയുന്നത്? ശ്രുതി സമ്മതമായിരിക്കണം പറയേണ്ടത്. ശ്രുതി വിരുദ്ധമായി പറഞ്ഞു പോകരുത് ആരും. അപ്പോൾ ആ രൂപത്തിൽ അറിയണമെങ്കിൽ അതാണ് ശാസ്ത്രങ്ങൾ കുറച്ച് നല്ല ഗ്രാഹ്യം വേണമെന്ന് തന്നെ പറയും. കുറച്ച് ശ്രുതിജ്ഞാനം ഇതിലാവശ്യം. അതിനുപരി ഇയാളുടെ പുണ്യം നിന്നുകൊണ്ട് ഇയാൾക്ക് ഒരു ആത്മാനുഭൂതി ഉണ്ടായ ഒരാളായിരിക്കും. ഇയാളെ പുണ്യം നിൽക്കും. നമ്മൾ ചെയ്യുന്ന നിഷ്കാമ കർമ്മം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മനസ്സ് ശുദ്ധമായൊരു ആനന്ദം ഇതിൽ പൊട്ടിപ്പുറപ്പെടും. നല്ല ഒരു സുഖാനുഭവം ഇതിലുണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്നാണ് ജ്ഞാനികൾ സംസാരിക്കുന്നത്. എപ്പോഴും അവർ ആ ആനന്ദത്തിന് ഭംഗം വരുന്നതിന് ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വന്നാലും അവരിതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കില്ല. എന്താണ്? ചിന്മനസ്വാമി പറയും, ഒരു മീറ്റർ ഘടിപ്പിച്ചതുപോലെയാണ് ഞാനിപ്പോൾ. ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ ആ മീറ്റർ അവർ ആ മീറ്ററെ നോക്കിക്കൊണ്ടാണ് നമ്മൾ പറയണം. അതൊരു സാധാരണ ലാംഗ്വേജ് പറഞ്ഞതാണ്. അത് പറഞ്ഞില്ല, റെഡിലോട്ട് വരില്ല, പച്ചയിൽ തന്നെ നിലനിർത്തി വ്യവഹരിക്കരുതെന്ന് അർത്ഥമില്ല. പക്ഷെ അത് റെഡിൽ പോകരുത്. വീണ്ടും നമ്മൾ ഈ കുടുക്കിൽ വന്ന് ചാടാനുള്ള രൂപത്തിൽ ആകരുത്. അതാണ് അത്രയേ ഉള്ളൂ പറയുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വിവേകത്തോടുകൂടി ഈ വൈതരണിയാണെന്ന് തിരിച്ചറിയണം. ഈ നരകത്തിൽ നിന്നെ കരകേറ്റിടണം തിരുവയ്ക്കവും വാഴും ശിവശം. ഇത് സാധാരണക്കാർ പാടി കേൾപ്പിച്ച വേണം. എന്തൊരു നരകം? ആര് പറഞ്ഞത് നരകമെന്ന്? ഞങ്ങളെല്ലാം ആനന്ദത്തിലാണ്. പക്ഷെ കുടിക്കണം. ഇപ്പം കുടിക്കണോ? അല്ലേ ഉള്ളൂ. പണമുണ്ട് ഇഷ്ടം പോലെ. ആനന്ദത്തിനെന്തൊരു കുറവ്? കുടിക്കാനും പിന്നെ ഇതുപോലെ പണമൊക്കെ ഉണ്ടെങ്കിൽ സുഖമല്ലേ? പക്ഷേ ഈ ലോകം അവരെയൊന്നും ഇതിലേക്ക് എടുത്തിട്ട് പോലും നോക്കിയിട്ട് പോലുമില്ല. ശുദ്ധാത്മാക്കൾ അവരാണ് ഇതിലേക്ക് വരണത്. അങ്ങനെയുള്ള ശുദ്ധാത്മാക്കളിലും ഇരിക്കുന്ന ഒരു അശുദ്ധിയെയാണ് ഇവിടെ പറയുന്നത്. അവരിലും ഉണ്ട്. അവർക്കും എന്തുകൊണ്ടാണ് തൻ്റെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കാത്തത്, ഈ ആത്മാവിനെ സാക്ഷ്യത്തിന് പറ്റാത്തത്? അതിന് ചില അശുദ്ധികൾ ഇനിയും ഇരിക്കുകയാണ്. അതിന് കൂടി നോക്കിക്കൊണ്ടാണ് വേദം സംസാരിക്കുന്നത്. അവരെയൊന്നും ഇതിൽ പരിഗണിച്ചിട്ടേ. ഗീതയ്ക്ക് പറ്റിയൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇടയ്ക്കൊന്ന് പറഞ്ഞു. ഗീത പറഞ്ഞു അതിൽ നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണ്ടേ, അതിൽ ആനന്ദമായിട്ടിരുന്ന അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തൊരു ആനന്ദത്തിന് കുറവ്? എനിക്കൊരു ദുഃഖവുമില്ല. ദുഃഖമുള്ളവരല്ലേ ഇത് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ദുഃഖവുമില്ല. അപ്പോൾ ഇവള് വളരെ വിഷമിച്ച് വന്നു പറഞ്ഞു, അവിടെ ശരിയാണ്, അവർക്ക് തന്നെ ദുഃഖം. കുടിക്കാനുള്ള ഇത് വാങ്ങിക്കാനുള്ള പണമുണ്ട്, എന്തും ചെയ്യാനുള്ള പണമുണ്ട്, അതിന് തക്ക ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ദുഃഖം? ഇവരെ പറ്റിയല്ല വേദം പറയുന്നത്. വേദം പറയുന്നത് ശുദ്ധാത്മാക്കളിൽ
അവർക്ക് ഈ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമായിരിക്കുന്ന ഇനിയുമുള്ള ചില കാര്യങ്ങളെയാണ് പറയുന്നത്. നിങ്ങളൊക്കെ എന്ന് വെച്ചാൽ ശുദ്ധാത്മാക്കളാണ്, പാവങ്ങളാണ് എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമങ്ങൾ ഈ ഡിപ്ലോമസിക്കാരിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും. പക്ഷെ വിചാരിച്ചോളണം, ഇതെല്ലാം പൂർവ്വജന്മത്തിൽ ചെയ്ത എന്തോ കർമ്മങ്ങളുടെ ഫലമാണിത് എന്ന് ധരിച്ചുകൊണ്ട് അവരിൽ ആരിലും ഒരു വിരോധം വെക്കാതെ നമ്മൾ മുമ്പോട്ട് വരണം. അല്ലെങ്കിൽ മനസ്സ് വികാരപ്പെടാൻ ഇത് മതി. ഒരാൾ പറഞ്ഞു, ദൈവമേ, ഞാൻ 24 മണിക്കൂറും ദൈവമേ എന്ന് വിളിച്ചിട്ട് എനിക്ക് ഇതാണോ ഗതി എന്ന് ഇങ്ങനെ ചോദിച്ചാൽ പോയി. ഇവിടെ ഒരു ഭക്തനുണ്ടായിരുന്നല്ലോ, കൊണ്ടതിരി കേട്ടോ, ഒരു വയറുവേദനോ അതേ ചോദിക്കുകയാണ്. കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണനോട് പിണങ്ങി, എന്നാലും ഞാൻ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ വയറുവേദന മാറ്റാൻ മാത്രം സ്വാമി നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ എന്ന്. അപ്പം അതിനൊരു മറുപടി നമുക്ക് തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട് എന്തിനാണ് ജാതി അറിഞ്ഞൂടെ? ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി ഇതിൽ നിന്ന് ഈ വൈതരണിയിൽ നിന്ന് കടത്തിവിടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ വയറുവേദന മാറ്റിയാൽ അത് പോകുമോ? ഇത് നീ അനുഭവിക്കാനാണ്, നിന്റെ കർമ്മമാണിത്, നീ അനുഭവിച്ചേ മതിയാവും. പക്ഷെ അതെങ്ങനെ അനുഭവിക്കണം? വികാര മനസ്സിനെ ഉണ്ടാക്കിയില്ല, നിർവികാരമായിട്ട് നിന്ന് അനുഭവിക്കണം. അതാണ് ആനന്ദമായിട്ട് തന്നെ അനുഭവിക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ജന്മം നിനക്ക് ഇനി എന്നെ കാണാനേ പറ്റില്ല പറഞ്ഞു. കാര്യം എന്താണ്? ഇതുപോലും തിരിച്ചറിയാതെ എങ്ങനെയാണ് എന്നെ കാണാൻ പറ്റുക? എന്നെ കാണാൻ പറ്റുക ഞാൻ തൻ്റെ സ്വരൂപമായിരിക്കുന്ന ആ സാക്ഷാത്കാരം ഞാൻ ഇതിലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കഥകൾ പറഞ്ഞാൽ അറിയാം. അപ്പോൾ ചേച്ചി നമ്മളെങ്ങോട്ടാ പോവുകയാണ്? ചേച്ചിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ കോശങ്ങളല്ല, വികാരങ്ങളാണ്. ആ വൈകാരികമായ മനസ്സ് എവിടെ വരുമോ അത് ഈ സമാധിയെ വിഘ്നപ്പെടുത്തും, തടസ്സപ്പെടുത്തും. അതുകൊണ്ടാണ് ശുദ്ധ മനസ്സാക്കി വെച്ച് എപ്പോഴും ശീലിക്കാൻ പറയുന്നത്. അങ്ങനെ ശുദ്ധ മനസ്സാക്കി വെച്ച് ശീലിക്കുന്നവരെ സംബന്ധിച്ച് പറയുന്നത് താനേ തന്നെ ഇത് സ്വയംഭൂവായിട്ട് ഇതുണ്ടാവും. കാരണം അത് അങ്ങനെയാണ്, യഥാർത്ഥത്തിൽ അതായിട്ടിരിക്കുകയാണ്. ഇത് കണ്ടമാല പോലെയാണ്, ഇത് ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഞങ്ങളിന്ന് വായിച്ചതിൽ ഒരു കാര്യം വായിച്ചു. ഇത് പറഞ്ഞു, വാസ്തവത്തിൽ ഈ ആരോപം അല്ലെങ്കിൽ ഇതിൽ വ്യവർത്ഥമായിരിക്കുന്നത്, അധ്യാസമായിരിക്കുന്നത് വാസ്തവത്തിൽ എന്താണ്? അധിഷ്ഠാനം തന്നെയാണ്. മനസ്സിലായില്ലേ? അധിഷ്ഠാനവും അധ്യാസവും പറയണത് എങ്ങനെയെന്ന് വെച്ചാൽ, കയറെന്നുള്ളത് അധിഷ്ഠാനമാണെങ്കിൽ അതിൽ തോന്നിയ പാമ്പ് ആരോപമാണ് അല്ലെങ്കിൽ അധ്യാസമാണ്. അപ്പോൾ അധ്യാസം അധിഷ്ഠാനത്തെ വിട്ട് നിൽക്കാൻ പറ്റില്ല. കയറില്ലെങ്കിൽ പാമ്പുണ്ടോ? അപ്പോൾ എന്തോ ഒന്നും ഉള്ളതെന്ന് പറഞ്ഞ് കയറാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അതിൽ പാമ്പെന്ന് ഒരു അധ്യാസം ഉണ്ടായത്. ഇതുപോലെയാണ് വാസ്തവത്തിൽ എന്തോ ഒന്നുള്ളതിനെ കണ്ടതാണ് അതിനെ വ്യക്തമാവത്തോട് ഇത് ബ്രഹ്മസ്വരൂപമെന്ന് വ്യക്തമാവാത്തപ്പോൾ എന്ത് പറ്റി? ഇതിൽ നാമരൂപങ്ങളോടുകൂടി ഒരു ജഗത്തായിട്ട് നമുക്ക് തോന്നും. വാസ്തവത്തിൽ ഈ ജഗത്ത് അതിൻ്റെ ഉണ്മയെ പരിശോധിച്ച് ചെന്നാൽ അത് ബ്രഹ്മമാണെന്ന് കാണും. കേൾക്കുകയും ചെയ്യാൻ മാത്രമല്ല, ഇത് പ്രാക്ടിക്കലായിട്ട് വരണമെങ്കിൽ മനസ്സിനെ ശുദ്ധമാക്കി ഗുരുവിലും വേദശാസ്ത്രങ്ങളിലും ഭക്തിയല്ല ശ്രദ്ധയോടുകൂടി നിന്ന് ഇതിനെ തന്നെ ചിന്തിച്ചു പോകുന്ന ഒരു സ്വഭാവം നമ്മൾ വാർത്തെടുക്കാമെങ്കിൽ പതുക്കെ ഇതാണ് നമ്മുടെ സനാതന സംസ്കാരം. ഇതാണ് സനാതന സംസ്കാരം. മറ്റതല്ല, സനാതനമല്ല. ഈ സംസ്കാരമാണ് നമുക്ക് ച്യുതിയായിപ്പോയി. ഈ സംസ്കാരത്തിൻ്റെ ച്യുതിയാണ് നമ്മളെല്ലാം എങ്ങനെ നിർത്തിയിരിക്കുന്നത്? മൂഢാത്മാക്കളാക്കി നിർത്തിയിരിക്കുക. എന്തെങ്കിലും ആവട്ടെ, പുലി വരണേ എന്ന് വിളിച്ച് കാട്ടിൽ കൂടെ ഒരാൾ ഓടിയപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, പുലിയോ? എന്നാ പറഞ്ഞിട്ട് പുലിയെ കണ്ടിട്ടില്ല, അങ്ങനെയെങ്കിലും കാണാമല്ലോ. ഈ രൂപത്തിലാണ്. പക്ഷെ പുലി അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അല്പം പോലും ചിന്തയില്ല ആർക്കും. അതുപോലെ മരണമാകുന്ന ഒരു സാധനം നമ്മളെല്ലാം അഭിമുഖീകരിക്കുകയാണ്. പുലിയാണത്. അപ്പോൾ എന്താണ് അവിടെ പെടത്തടിച്ച് തകർന്നു പോകാതിരിക്കാൻ എന്ത് വേണം? ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതാണ് ജ്ഞാനം. ഈ ജ്ഞാനം മാത്രമാണ് ആ വൈതരണ്യം. അതാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്ക് സാധിക്കും? മൃത്യുഞ്ജയന് സാധിക്കും. മൃത്യുഞ്ജയൻ എന്ന് വെച്ചാൽ എന്തിനാണ്? നമ്മൾ ആ മൃത്യുഞ്ജയ മന്ത്രവും പാടും.
ത്രയംബകവജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുവമിവ ബന്ധന മൃത്യു മുക്തി. ഞാൻ പറയണത് എൻ്റെ എല്ലാം ഗുരുക്കന്മാരേത് കടമെടുത്ത് പറയുന്നതാണ്, ഓർമ്മിച്ചോളൂ. നമ്മളിതിൽ ആരുമല്ല. അപ്പം ഈ രൂപത്തിൽ അവർ പറഞ്ഞു തന്നു. ത്രയംബകം യജാമഹൻ ശിവനെയാണ് ഇപ്പോൾ പറയണമെങ്കിലും 3 ലോകത്തിലും യഥേഷ്ടം സഞ്ചരിക്കുന്ന ആ ഇതിനെയാണ് പറയേണ്ടത്. 3 ലോകത്തിൽ സഞ്ചരിക്കുന്ന ഈ സാക്ഷിയാണ്. യജാമഹേ സുഗന്ധി പുഷ്ടിവർദ്ധനം. എങ്ങനെയാണ് ഈ മരണം ഇതിൽ വരേണ്ടതെന്ന് ചോദിച്ചാൽ, വെള്ളരിക്ക അതിൻ്റെ തണ്ടിൽ നിന്ന് അനായാസേന വേർപെട്ട് നിൽക്കുന്നത് പോലെ ആ മരണം ഇതിൽ സംഭവിക്കും. ഈ വൃത്യുപാധികളെയാണ് മാറുന്നതിനാണ് മരണമെന്ന് പറയുന്നത്. ജീവൻ ഇതിൽ നിന്ന് പോകുന്നില്ല. ജീവൻ ആത്മാവ് ഒന്ന് തന്നെ. ഇതിൽ ഈ സമയത്ത് വരുന്ന ആ ഒരു ആഘാതം മാറ്റാനായിട്ട് ജ്ഞാനം ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ ജ്ഞാനം ഇതിൽ സംഭവിക്കുന്നതിനെയാണ് ഈ രൂപത്തിൽ ഈ മന്ത്രത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. ഉർവാരുഗമിവ ബന്ധ മൃത്യോർ മുക്ഷീയമാ അമൃതാത്. അമൃതാത്ത് വെച്ചാൽ ജ്ഞാനത്തെ പറ്റി പറഞ്ഞതാണ്. അങ്ങനെ ആ ജ്ഞാനമുണ്ടായി ഈ മൃത്യുബാധികളെല്ലാം ഇതിൽ നിന്ന് പൂർണ്ണമായി നീക്കുന്നതിനെയാണ് നമ്മൾ ഈ ഇതിലൂടെ പ്രാർത്ഥിക്കുന്നത്. ആ മൃത്യുബാധികളെ നീക്കാൻ ഘോരമായ വിഷമം അനുഭവിക്കേണ്ടി വരുമെന്ന് കാണിച്ചിരിക്കുകയാണ്. കണ്ടില്ല, മരണമെന്ന് പറഞ്ഞാൽ 1000 തേൾ കടിക്കുന്ന എഫക്റ്റാണ്. ഇതുപോലെ തന്നെ നമ്മൾ ബന്ധങ്ങളിൽ നിന്നും ഈ ജീവനെ വേർപെടുത്താൻ ഒരുപാട് വിഷമങ്ങളുണ്ട്. എങ്ങനെയുണ്ട്? നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. സ്വർണ്ണച്ചങ്ങലയും ഇരുമ്പ് ചങ്ങലയും രണ്ടും ബന്ധനമാണ്. ബന്ധനം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിൽ ഇതിലേക്ക് കെട്ടിയിട്ടൊക്കെയാണ്. ഇതിൽ നിന്നുള്ള ആ വിമുക്തി എങ്ങനെ ഉണ്ടാക്കും? ചേച്ചി പറയും സ്വർണ്ണച്ചങ്ങലകളുടെ കെട്ട് കിടക്കെട്ടടാന്ന് അല്ലേ? അങ്ങനെയല്ലേ? അതാണ് നമ്മുടെ മക്കളും നമ്മുടെ സമ്പാദ്യവും എല്ലാം സ്വർണ്ണച്ചങ്ങല കെട്ടുകളാണ്. രണ്ടും ഒരുപോലെ ബന്ധനം എന്ന് പറഞ്ഞിരിക്കും. ബന്ധനം എന്ന് വെച്ചാൽ മുക്തിയെ ഹനിച്ചിരിക്കുന്ന ഒരു രൂപമാണ് ഇതിനുള്ളത്. മുക്തിയെ ഹനിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയാൽ മതി. വെളി പറയാൻ പോലും കൊള്ളില്ല. ഞാനും നിങ്ങളോട് പറയുന്നത് കുറച്ചൊക്കെ പക്വത ഉള്ളത്, അല്ലെങ്കിൽ ദൂരെ തന്നെ പറയാക്കോ അടി കിട്ടാനുള്ള കാര്യങ്ങളുണ്ട് അല്ലേ രാധിക? കാര്യം സാധാരണക്കാർക്കും എല്ലാം പറഞ്ഞ് മനസ്സിലാവും. ബന്ധമോക്ഷങ്ങളെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ബന്ധവും മോക്ഷവും. ആ ബന്ധമോക്ഷം എങ്ങനെ ഇരിക്കുന്നു? ഇരുമ്പ് ചങ്ങലയും സ്വർണ്ണച്ചങ്ങലയായിട്ട് 2 തരത്തിലിരിക്കുക. 2 തരത്തിലും നമ്മുടെ കാലിനെ കെട്ടി ഇട്ടിരിക്കുന്ന പോലെയാണ്. ഇതിൽ പൂർണ്ണമായ ആ ബന്ധനത്തെ ജ്ഞാനം ഭസ്മമാക്കിക്കളെ എന്ന് പറഞ്ഞ ചേച്ചി എന്ത് അർത്ഥം എടുക്കും? ഇതെല്ലാം മാനസികമാണ്. എല്ലാം മാനസികമാണ്. ആ മാനസികമായിട്ടുള്ള വൃത്തികളാണ്, ചിന്തകളാണ്. ഈ ചിന്തകളാണ് ബന്ധിച്ചിരിക്കുന്നത്. ഉറക്കത്തിൽ എന്താണ് ബന്ധനം ഇല്ലാത്തത്? അവിടെ ചിന്തകളില്ല. ചിന്തകൾ തന്നെയാണ് ഇതിൻ്റെ അനുസ്യൂതമായിട്ട് ഇതിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്നത്. ആ ചിന്തകളെ സനാതന സംസ്കാരം വഴി കഴുകി ആ ശുദ്ധ സംസ്കാരത്തിൽ കൂടെ ആ ചിന്തകളെ ആക്കി തീർക്കണം. അതാണ് ആ ചിന്തകൾ തന്നെ ഇവിടെ ആവശ്യം. പക്ഷേ അത് സജാതീയ ചിന്തകൾ, സജാതീയമായ ചിന്തകൾ. മറ്റത് വിജാതീയമായ ചിന്തകൾ. പറയുന്നത് ബോറടിക്കാതിരിക്കുകയാണെങ്കിൽ കൊള്ളായിരുന്നു. കാര്യം ഇത് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളാണ്. സജാതീയം എന്ന് വെച്ചാൽ തൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് വിരുദ്ധം വരാത്തത്. അതാണ് ശുദ്ധിചിന്ത, വേദചിന്ത, പരലോക ചിന്ത. ഇതൊക്കെ ഒരു തരം ചിന്തകളാണ്. മറ്റത് ഈ പറഞ്ഞ കണക്ക് താഴെക്കട ചിന്തകളാണ്. അതെല്ലാം നമുക്ക് അധോഗതിയിലേക്കും ഇത് മേൽഗതിയിലേക്കും ജീവനെ കൊണ്ടുപോകും. ഇവിടെ ജീവനെ ഉദ്ധരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ കണക്ക് മൃത്യുബാധികളെ ഒരുപാട് വിടേണ്ടി വരും. അതിൻ്റെ വേദനയും നമുക്കുണ്ടാവും. ഒരുപാട് വേദനകളുണ്ടാവും. ആ വേദനയെല്ലാം ആർക്കാണോ സഹിച്ച് ഇതിൽ മുന്നേറാൻ സാധിക്കുന്ന അവർക്ക് ഈ ജ്ഞാനം ഉണ്ടാവും. അല്ലാത്തവർക്കൊന്നും എടുത്ത് കളഞ്ഞിട്ട് അവർ ഓടും. ഇതൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ
ഈ പറഞ്ഞ കോശങ്ങളെ പറ്റി പറഞ്ഞതാണ്. അത് വികാരങ്ങളാണ്. അന്നം അന്നം കൊണ്ടുണ്ടായി അന്നത്തിൽ നിലനിന്ന് അന്നമാണ് ഈ പറയുന്ന അന്നമയ കോശം. ഇത് നമുക്ക് ഒരു കുഴപ്പവും ചെയ്തില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് ഉള്ള വികാരങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ഇതിൽ ഉണ്ടാവുന്നെങ്കിൽ അത് നമുക്ക് എപ്പോഴും ദോഷം ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ പ്രാണനെ സംബന്ധിച്ച്, അതുപോലെ മനസ്സിനെ സംബന്ധിച്ച് മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെ 5 കോശങ്ങളെ കൊണ്ട് എപ്പോഴും ആത്മാവ് മറയപ്പെട്ടവരെ പോലെ ഇരിക്കുകയാണ്. രഹസ്യം അതൊന്നുമല്ല. ഇതിനെല്ലാം ആത്മാവ് പ്രകാശിപ്പിച്ചാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാർമേഘത്താൽ സൂര്യൻ മറഞ്ഞെന്ന് നമ്മൾ പറയുമ്പോഴും സൂര്യൻ മറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ സൂര്യൻ മറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഈ കാർമേഘത്തെ കാണുന്നത് കൊണ്ട് സൂര്യൻ അവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇതുപോലെയാണ്. ഇതെല്ലാം പ്രകാശിപ്പിക്കുക, അതിൻ്റെ ധർമ്മങ്ങളെ ചെയ്യുന്നത് കൊണ്ട് എന്ത് നമുക്ക് ധരിക്കാം? ആത്മാവ് അനുസ്യൂതമായിട്ട് ഇതിലും ഇരിക്കുന്നു എന്ന് ധരിക്കാം. അതാണ് വാസ്തവത്തിൽ. പിന്നീട് അവർ പറഞ്ഞു, ഈ കാർമേഘമായിട്ടും എല്ലാമായിട്ടും ഇരിക്കുന്ന ഇത് തന്നെ. അത് മനസ്സ് തെളിഞ്ഞവർക്കാണ് അത് പറഞ്ഞു കൊടുത്തത്. അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്താൽ ഇതാണെന്ന് പറഞ്ഞ് അവരതിൻ്റെ പുറകെ പോയി പ്രശ്നങ്ങളെ വീണ്ടും കൂട്ടും. ഐഡിയ മനസ്സിലായ എനിക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം. എപ്പോഴും വിവേകം വന്ന് ജ്ഞാനം ഉണ്ടായതിനു ശേഷം പിന്നെ ഇതിലുള്ള പ്രവർത്തിക്കുന്ന ഒരു ദോഷവും ഇല്ല. പിന്നെ അവർ പ്രവർത്തിച്ചാലും അവർക്ക് കർമ്മം പറ്റില്ല. പിന്നെ അവർ പ്രവർത്തിക്കുന്നത് ഈശ്വര செயലുകളാണ്. അവരെന്ത് ചെയ്യുന്നതും ലോകോപകാരപ്രദമായിട്ട് തന്നെ തീരും. സ്വാമി ഞങ്ങളോട് പറയും, ഒരു ജ്ഞാനി ഒരു തെറ്റ് ചെയ്താൽ പോലും അത് ശരിയാണ്. ഒരു തെറ്റാണ് ഒരു ജ്ഞാനി ചെയ്യുന്നത് നമ്മുടെ കണ്ണിൽ ബോധ്യം ഉണ്ടെങ്കിൽ പോലും അത് ശരിയാണ്. അത് മനസ്സിലായ അവരെ സംബന്ധിച്ച് തെറ്റാണ്. ഇതിന് എന്തെല്ലാം ചേഞ്ചസിൽ വരുമെന്നറിയാമോ? ഭഗവാൻ കൃഷ്ണൻ കണ്ടില്ലേ, കർണന് ഒരിക്കലും പാടില്ലാത്തതാണ് അസ്ത്രമില്ലാത്ത ഒരാളിനോട് യുദ്ധം ചെയ്യരുത്. ഇതൊക്കെ റൂൾസാണ് അല്ലേ? ഒരു അപകടത്തിൽപ്പെട്ട ഒരാളിനെ ഒരിക്കലും അവര് നേർക്ക് ഒരിക്കലും അമ്പ ചെയ്യരുത്. കർണൻ രഥം ഒരു കുഴിയിൽ ഇങ്ങനെ കിടന്നപ്പോഴല്ലേ കൃഷ്ണൻ പറഞ്ഞത്, അർജുന അമ്പ അയക്കുമെന്ന് പറഞ്ഞു, ശരം അയക്കുമെന്ന് പറഞ്ഞു, ഇവനെ വധിക്കണം, ഇപ്പോൾ വധിക്കണമെന്ന്. എന്നാലും തെറ്റല്ലേ? അധികം തെറ്റല്ല. അത് ഈശ്വരൻ്റെ ഇതിൽ അത് തെറ്റല്ല. പിന്നെ അതിൻ്റെ കാരണം ചോദിച്ച് നമുക്ക് വേണമെങ്കിൽ യുക്തിപരമായിട്ട് എടുക്കാം. കാരണം ഒരു അധർമ്മത്തിനെയാണ് അവരെ ലക്ഷ്യമിട്ടത്. അല്ലാതെ ആ ധർമ്മത്തെ നിലനിർത്താനും ഈ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ഒരു ഭാവമാണ് കൃഷ്ണനിലൂടെ അല്ലേ? അതുകൊണ്ട് എന്തു പറ്റി? ആ ഭാവത്തിലൂടെ ഇത് കുറ്റമല്ലാതായിപ്പോയി. സച്ചിദാനന്ദ വിഗ്രഹമാരവണ ഭൂദേശ പ്രസീത കരുണാതിഥേ, കുമാരവണ ഭൂദേശ പ്രസീത കരുണാതിഥേ, ദീർഘദണ്ഡ നമസ്കാരം ശ്രീരമർത്ഥം